ശ്രീ ഷിബു സുശീലൻ എന്ത് നിലപാടാണ് ഇന്ന് ഫെഫ്ക എടുത്തത്? താങ്കളും ഫെഫ്കയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയന്റെ ഭാരവാഹിയായിരുന്നുവല്ലോ. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്ന് താങ്കളെ വിളിക്കാം. ശ്രീ ഷിബു സുശീലൻ എന്ത് നിലപാടാണ് ഫെഫ്ക എടുക്കുന്നത്? അതായത് നമ്മളിപ്പോ ഒരാൾക്കൊരു അവസരം, പുള്ളി കുറ്റം സമ്മതിച്ചു, പുള്ളി ചെയ്തത് തെറ്റാന്ന് സമ്മതിച്ചു, അതെല്ലാം പുള്ളി സമ്മതിച്ചു കഴിഞ്ഞു. സമ്മതിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് നമ്മൾ അങ്ങോട്ട് വെച്ച കാര്യങ്ങൾ സംസാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അതിനുള്ള ട്രീറ്റ്മെന്റിൽ പോകാം. ആ ട്രീറ്റ്മെന്റിന് പോകുന്ന ഒരാളെ വേണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ട്രീറ്റ്മെന്റിൽ പോകട്ടെ, അയാൾ നല്ലൊരു നടനാണ്, നന്നായി വന്ന് അഭിനയിക്കട്ടെ. അപ്പോൾ നമുക്കൊരു അവസരം കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ളതാണ്. കാരണം അവര് അല്ലാതെ നമുക്ക് നിങ്ങൾ നാളെ മുതൽ അഭിനയിക്കേണ്ട, അപ്പൊ അഭിനയിക്കേണ്ടെന്ന് നമുക്കൊരു സംഘടനയിലൊന്നും പറയാൻ പറ്റത്തില്ല. അത് വെക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് ആണ്. ഒരു നിർമ്മാതാവ് വന്ന് പടം എടുക്കുമ്പോൾ എനിക്ക് ആരെ വേണമെങ്കിലും വെച്ച് പടം എടുക്കാം, അല്ലെങ്കിൽ സിനിമ എടുക്കാം. ആ സിനിമയിൽ ഇന്ന ആർട്ടിസ്റ്റിനെ വെക്കുന്നത് ആ നിർമ്മാതാവും ഡയറക്ടറും എല്ലാവരും ചേർന്നാണ്. ആളെ വെക്കാൻ പറ്റില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? ഇതില് പുള്ളി ഒരു അവസരം ചോദിച്ചു. ഇത്രയും കാലം ഒന്നും പുള്ളിയല്ല, ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. പുള്ളിയുടെ ഫാമിലി ഉൾപ്പെടെയാണ് വന്നത്. പുള്ളിക്ക് അതിന്റെ കുറ്റബോധമുണ്ട്. പുള്ളി പറയുന്നത് ഞാൻ ഇതിന് വേണ്ടുള്ള ചികിത്സ തേടാൻ തയ്യാറാണ്. അങ്ങനെ ഒരു സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയൂ, അതിന് വേണ്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം. അപ്പൊ അങ്ങനെ പോയി ആ മനുഷ്യൻ നല്ലൊരു ആർട്ടിസ്റ്റാണ്, നന്നായി വരട്ടെ, നമുക്ക് ആ രീതിയിലും കാണാം. പിന്നെ നിയമങ്ങളുടെ വശങ്ങളിൽ പോവുക എന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ഉള്ള നിയമങ്ങൾ ആ നിയമവ്യവസ്ഥയിലേ നിൽക്കത്തുള്ളൂ. അല്ലാതെ നമുക്ക് പ്രത്യേക ഫെഫ്കയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ഒരു നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. ലഹരിക്കെതിരെ ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കുന്നത് എന്തിനാണ്? സെറ്റുകളിൽ ലഹരി ഉപയോഗം സമ്മതിക്കില്ല എന്ന് പറയുന്നത് എന്തിനാണ്? അതായത് നമ്മൾ ഒരു സംസ്ഥാനത്ത് അതിനു വേണ്ടിയുള്ള ലഹരി വിമുക്ത കേരളം എന്നുള്ള ഒരു ക്യാമ്പയിൻ നടക്കുമ്പോൾ നമ്മുടെ ഒരു വർക്ക് സ്പേസിൽ നമുക്ക് അതിനോട് അനുകൂലിച്ച് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റുക. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. അതെല്ലാവരും സഹകരിക്കണം. അതൊരു ബോധവൽക്കരണമാണ്. അതൊരു ആർട്ടിസ്റ്റ് മാത്രമാണോ? നാളെ ഒരു സെറ്റിൽ നിരവധി ആളുകൾ ഒരേ സമയം ലഹരി അങ്ങനെയല്ല. ആർക്കും പരാതിയില്ല. അതിന് വേണ്ട തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവിടെയുണ്ട്. പരാതി ഗവൺമെന്റിനെ അറിയിക്കാം, പോലീസിനെ അറിയിക്കാം, പോലീസിനെ അവിടെ എപ്പോ വേണമെങ്കിലും പരിശോധിക്കാം. പോലീസിന് അതായത് ഇന്നും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പോലീസിനോ എക്സൈസിനോ ഏത് ലൊക്കേഷനിൽ എപ്പോ വേണമെങ്കിലും പരിശോധിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അങ്ങനെ തെളിവുകൾ ഉണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യട്ടെ. അത് നിയമത്തിന്റെ വഴി പോകട്ടെ. മറ്റുള്ള ഒരു പ്രൊഡ്യൂസർ വ്യക്തമായി ഒരു പരാതി തരികയോ അല്ലാതെ ഒരു അംഗം പരാതി തരികയോ, അവർക്ക് ഈ യൂണിയനിൽ കംപ്ലൈന്റ് തരണ്ടല്ലോ, ഇവർക്ക് നേരിട്ട് പോയി പോലീസ് സ്റ്റേഷനിലോ എക്സൈസിലോ കംപ്ലൈന്റ് കൊടുത്തൂടെ? അപ്പോ അതിന് അവരുടേതായ സ്വാതന്ത്ര്യമാണ്. ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് അതിലൊന്നും നമുക്കൊരു സംഘടനയിൽ നിന്ന് ഇടപെടാൻ പറ്റത്തില്ല. കാരണം ഒരു ലൊക്കേഷൻ പിരിച്ചുവിടുന്നതാണ് നല്ലത്. നിങ്ങൾ ഇപ്പോൾ നമ്മെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് ലഹരി ഉപയോഗമാണ്. അതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ കഴിയാത്ത, ഒരാൾ കൺമുന്നിൽ ലഹരി അടിച്ചാലും പരാതി പറയാൻ പറ്റാത്ത സംഘടനാ ഭാരവാഹികളുള്ള സിനിമാ സംഘടനകൾ പിരിച്ചുവിടുകയാണ് ഏറ്റവും നല്ലത്. അല്ലാതെ കുറെ ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കും എന്ന് വീമ്പ് പറയുന്ന ബി ഉണ്ണികൃഷ്ണനെ പോലെയുള്ള നേതാക്കന്മാരെ അല്ല ആവശ്യം. അവരെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല മലയാള സിനിമയ്ക്ക്, സമൂഹത്തിന് ആവശ്യമില്ല. കാരണം മലയാള സിനിമ ലഹരിക്കാരുടെ താവളമാണെന്ന് നിങ്ങൾ തന്നെയാണ് സമ്മതിക്കുന്നത്. വേറെ ആരും അവിടെ കയറി പരിശോധിക്കുന്നില്ല, നിങ്ങൾ തന്നെ സമ്മതിക്കുകയാണ്. ഞങ്ങളുടെ സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗം ഓരോ ദിവസവും നടക്കുന്നുവെന്ന്. അത് ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ഇന്ന് പരസ്യമായിട്ട് സമ്മതിക്കുകയാണ്. അപ്പോൾ പിന്നെ ആരാണ് നടപടി എടുക്കേണ്ടത്? പോലീസിനെ ആണെങ്കിൽ അങ്ങോട്ട് കയറ്റുകയുമില്ല. നേരത്തെ തന്നെ പറഞ്ഞു ഞങ്ങൾ ജാഗ്രതാ ഒരിക്കലും അല്ല. പോലീസിന് എപ്പോ വേണമെങ്കിലും പരിശോധിക്കാം, എക്സൈസിന് എപ്പോ വേണമെങ്കിലും പരിശോധിക്കാം, ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. ഒരു മാസം മുമ്പാണ് തോന്നുന്നു ഒരു പ്രമുഖ നിർമ്മാതാവും നടനുമായ ദിലീഷ് പോത്തൻ പറയുന്നത് കേട്ടിരുന്നു. ഏതാണ്ട് 3000-ഓളം ആളുകളെ ഈ ലഹരി ഇവിടെ ഉപയോഗിച്ചതിന് പിടിച്ചുവല്ലോ. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായാണ് അദ്ദേഹം പറഞ്ഞത്. ഒരാൾ മാത്രമായിരുന്നുവല്ലോ അതിൽ സിനിമാക്കാരനായി ഉണ്ടായിരുന്നത് എന്ന്. പരിശോധന നടക്കാത്തത് കൊണ്ടാണത്. അത് ആരുടെ കുഴപ്പമാണ്? നിങ്ങൾ അങ്ങോട്ട് കേട്ടിട്ട് നിങ്ങൾ അവിടെ ഒരു സാമ്രാജ്യം സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ ഒരു സാമ്രാജ്യമല്ലേ?
ഒരിക്കലും കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഫിലിം ചേംബറിന്റെ വൈസ് പ്രസിഡന്റ് പറഞ്ഞല്ലോ, പോലീസിനോട് പ്രത്യേകമായി അങ്ങോട്ട് പറഞ്ഞതാണ്, ആവശ്യപ്പെട്ടതാണ്. വൈസ് പ്രസിഡന്റ് കല്ലൂർ ശശിയേട്ടൻ പറഞ്ഞല്ലോ, അവിടെ അങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൃത്യമായിട്ടും നിങ്ങൾക്ക് പരിശോധിക്കാം. അങ്ങനെയാണെങ്കിൽ ഷൈൻ ടോം ചാക്കോയൊക്കെ ലഹരി അടിച്ചു വരുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ സമയം പോലീസിനെ അറിയിക്കണം, അപ്പോൾ അറിയിക്കുന്നില്ലല്ലോ. അതല്ല, നമ്മൾ അറിയിക്കണോ വേണ്ടോ എന്നുള്ളതല്ലോ ഇവിടെ വിഷയം. അവിടെ ഒരു പരാതി കിട്ടിയാൽ നമുക്ക് അറിയിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേറ്റ് എല്ലാ സെറ്റുകളിലും സംഘടനാ ഭാരവാഹികൾ എത്ര പേരാണുള്ളത്? അങ്ങനെ ഒരു സംഘടനാ ഭാരവാഹികൾ എല്ലാ ലൊക്കേഷനിലും ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. നമ്മളിപ്പോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ എല്ലാവർക്കും നമുക്കിപ്പോ അങ്ങനെ ഒരു കുറ്റകൃത്യം ഉണ്ടായാൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാം. അപ്പൊ അതല്ല, അതിപ്പോ ഒരു മാധ്യമ ഓഫീസിൽ നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ മാധ്യമ ഓഫീസിൽ കഞ്ചാവോ ലഹരി വസ്തുക്കളോ ഉപയോഗിക്കില്ല എന്ന്? ഒരിക്കലും പറയാൻ പറ്റില്ല. പോലീസുകാർ ഒരു സംശയമില്ല, അറിയിക്കുകയും ചെയ്യും. അതെ, അപ്പൊ അത് തന്നെയാണ്. അപ്പൊ അത് എല്ലാ സ്ഥലത്തും ഇതിവിടെ സുലഭമായി കിട്ടുന്നു എന്ന് പറയുന്ന കോളേജിൽ ഉപയോഗിക്കുന്നുണ്ട്, കോളേജിൽ പിള്ളേർ സ്കൂളിൽ ഉപയോഗിക്കുന്നുണ്ട്. എത്ര സ്കൂളിലാണ് ഇത് അറസ്റ്റ് ചെയ്തേക്കുന്നത്? എത്ര കോളേജിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? അപ്പോ ഇതെല്ലാം കഴിഞ്ഞാൽ ബന്ധപ്പെട്ട അധികാരികൾ പോലീസിനെയും അറിയിക്കും. നിങ്ങളുടെ അടുത്ത് മാത്രം ഈ നിർമ്മാതാക്കൾ അറിയിക്കാത്തതിന് കാരണം നിങ്ങൾ തന്നെ പറയുകയാണല്ലോ, സിനിമ മുടങ്ങിപ്പോവും. ഒരിക്കലും നമ്മൾ പറയാം, ആ പ്രൊഡ്യൂസർക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് ഏത് വേണമെങ്കിലും ചെയ്യാം, അറിയിക്കണമെങ്കിൽ അറിയിക്കാം. അറിയിക്കുന്നതിന് ആരാ തടസ്സം നിൽക്കുന്നത്? ഒരു അസോസിയേഷനും ഒരു പോലീസ് സ്റ്റേഷനിലും അറിയിക്കേണ്ടെന്ന് ഒരിക്കലും പറയത്തില്ല.